ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും കുഞ്ഞും കൂടി ഒന്ന് ഫിഷിങ്ങിന് പോയിട്ട് റെഡിയായി നിൽക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് പുതിയൊരു സ്പോട്ടിലേക്കാണ് പോകുന്നത്. നമ്മളെ അക്ഷയ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു കൂട്ടുകാരനെ നമ്മളെ ആ സ്പോട്ടിലേക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് എന്ത് മീനെ പിടിക്കാനായിട്ടാണ് പോകുന്നത്? ഗൗര എന്നൊക്കെ പറഞ്ഞൊരു മീനെ പിടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ അത് വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള പോകുന്ന വഴിക്ക് നമുക്ക് പ്രദീപച്ചനെ കൂടെ കൂട്ടിയിട്ട് വേണം പോകാനായിട്ട്. മീൻ രാവിലെ 8-8:30 സമയത്താണ് മീനിൻ്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് വെയിൽ ആയിക്കഴിഞ്ഞാൽ മീനെ കാണില്ലെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും നമ്മളിപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ വൈകാൻ സാധ്യതയുണ്ട്. ഏകദേശം 3000 റൂട്ടാണ്. അപ്പം ഇവിടെ നിന്നൊരു 1.5 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പം വൈകുമെന്നറിയില്ല. എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഫിഷിംഗ് സ്പോട്ട് വെച്ച് കാണാം അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ മച്ചന്മാരെ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. സ്പോട്ടിൽ എത്തിയപ്പോൾ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മോട്ടർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, കനാലിലേക്ക് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം അടിക്കുന്ന ഈ താഴത്തെ ഭാഗത്തു നിന്നാണ് നമ്മളിന്ന് ഫിഷിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനും കുഞ്ഞും താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ അക്ഷയ് മച്ചാനും നമ്മളെ വിളിച്ച നമ്മുടെ അക്ഷയ് മച്ചാനും ഇവിടെ താഴത്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രദീപ് മച്ചാൻ താഴോട്ട് ഇറങ്ങി നമ്മുടെ പുറകെയാണ് വന്നത്. അപ്പോൾ താഴെ വന്നപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോട്ടർ അടിക്കുന്നതിൻ്റെ വലിയ ഓസാണ് ഈ കാണുന്നത്. 3 മോട്ടറാണ് ഉള്ളത്. അപ്പോൾ ഈ ഓസിലൂടെയാണ് കനാലിലേക്ക് വെള്ളം അടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെയിലായിട്ടാണ് ഈ മോട്ടർ അടിക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ മീനിൻ്റെ ആക്ടിവിറ്റി വരുന്നത്. അപ്പോൾ നമ്മളിത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ സമയം വൈകി, ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ട്. അപ്പോൾ അതേ സ്പോട്ടാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ മീനെ നോക്കിയിട്ട് മീനിൻ്റെ ആക്ടിവിറ്റി ശരിക്കും പറഞ്ഞാൽ കണ്ടില്ല. അരികിലൊന്നും മീനെ കണ്ടില്ല. ശരിക്കും പറഞ്ഞാൽ നടുക്ക് വെച്ചിട്ട് കുഞ്ഞുമാണ് ആ മീനിനെ കാണിച്ചത്. ഗൗരാമീനെ 2 കിലോത്തിൻ്റെ 2 മീനെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അതെ കുറേ നേരം നമ്മൾ നോക്കിയിരിക്കുന്ന സമയത്ത് കുഞ്ഞവിടെ ചെറിയ കളികളും അവിടെ കണ്ട പുല്ലൊക്കെ പറിച്ച് ക്ലീനിങ്ങിലൊക്കെയാണ്. അപ്പോൾ നമ്മൾ കുറേ നേരം നോക്കിയിട്ട് അത് കാണാൻ കാരണം നമ്മൾ അവിടെ നിന്ന് വേറൊരു സ്പോട്ടിലേക്ക് പോയിട്ടാണ് അടുത്ത മീനെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഉണ്ടല്ലോ ആ നല്ല വെയിറ്റ് പിടിക്കുന്നുണ്ട്. എന്ത് സാധനം അറിയില്ല. നീണ്ടത് കിടക്കുന്നുണ്ട്. പൊട്ടി പോവാ. ആ സാധനം താഴത്തൊന്ന് ഇറങ്ങാൻ പറ്റിയൊന്നുമില്ല. അതിനകത്ത് കിടപ്പുണ്ട്. ഇതേ കിടക്കുന്ന ചെറുത് അതവിടം വരെ വലിച്ചു വന്നു. പനയുടെ ഇതാണെന്ന് തോന്നുന്നത്. പനംകൊലയില്ലേ? അയ്യോ ആ സാധനം തുടങ്ങി ആദ്യം മുങ്ങിയതല്ലെന്ന് തോന്നുന്നത്. അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളിലേക്ക് ഡാറ്റം കണ്ട് പോയി കൊളുത്തി വീങ്ങിടക്കാൻ പറ്റിയെന്ന് തോന്നല്ലേ? ആണ്. ഓടിയപ്പോ ഞാൻ ഓർക്കില്ല അതിൻ്റെ അടിയിലേക്ക് കയറി ഉടക്കുന്നു. താഴത്തേക്ക് ഇറങ്ങാൻ പറ്റിയല്ലേ? അത് ആ ഡാർട്ട് വിടർന്ന് അതിനകത്ത് ഇതായേക്കണല്ലോ. ലോക്ക് ഡാർട്ട് ആ ലോക്ക് വിടർന്ന് ഉടക്കി നിൽക്കണായിരിക്കും. പതുക്കെ പിടിക്കണ മീന്റെ മേത്തനോട് ഞാൻ കണ്ടില്ലടാ. മീന്റെ മേത്ത ആ അല്ലേ കാണണ്ട. പിന്നെ എന്ത് സാധനം ഉടക്കിയാക്കണത്? അതിൽ കേറി ചുറ്റി പോന്നേക്കാന്ന് തോന്നുന്നു. ആ വള്ളിയിൽ ചുറ്റിയാക്കാണ്. ആ ഓ അതിന്റെ മറ്റേ ആ ഓരോരോ വരി പോലെയുള്ള സാധനത്തിനകത്ത് ചുറ്റിയിട്ടുണ്ടല്ലേ? നൂലിലേക്ക് കിടന്ന് മീൻ വിട്ടു പോന്നിട്ടുണ്ട്. അപ്പോൾ അതെ അക്ഷയ് മച്ചാൻ അതിനെ കരയിലേക്ക് എടുത്ത് ഇടുവാണ് കേട്ടോ, മീനിനെ മാത്രം.
പോകില്ലടാ, അത് പോകില്ല. ആ കയ്യിലുടക്കിയ ഇപ്പുറത്തെ വീണ്ടും ജസ്റ്റിനെ അങ്ങോട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നല്ലേ പറഞ്ഞു. അങ്ങനെ കുറെ അധികം നേരം ഓടി നടന്നിട്ട് ഒരു ചെറിയൊരു വരാതി. ഞാൻ അവിടെ ഇവിടുന്ന് വെള്ളം ഒഴുകി വന്ന സ്ഥലത്താണ് കിടക്കുന്നത്. ഇതിന്റെ ജസ്റ്റ് കുഞ്ഞൻ തൊട്ടിന്ന് കുഞ്ഞു വരാൻ കുഞ്ഞിന് കളിക്കാല്ല ഇങ്ങനെ ഇതിനകത്ത് ഈ വെള്ളത്തിൽ ഇങ്ങനെ ഓടിച്ചോടിച്ച് കളിക്കാൻ മീൻ ഉണ്ട്. അങ്ങനെ അതെ നമുക്ക് അധികം വലുതല്ല, ഒരു ചെറിയൊരു വരാല് കേട്ടോ. റിസ്ക് ഷോട്ടായിപ്പോ കാരണം മീൻ അതൊരു പനയുടേത് ഇവിടെ നിൽക്കുന്ന പനയുണ്ട്. പനയുടെ കൊല വീണ് കിടപ്പുണ്ട് മീൻ. അതിനകത്ത് ചുറ്റിപ്പോയി. അത് കാരണം ഇച്ചിരി പനി വെട്ടിനെ പൊക്കി എടുക്കാൻ. അപ്പൊ ആദ്യത്തെ മീനല്ല കുഞ്ഞിൻ്റെ കുഞ്ഞുങ്ങളുടെ ഇവിടെ വെള്ളത്തിൽ നോക്കി കളിക്കാം. ചായകളെ വെട്ടം വടിയെന്ന് കേട്ടോ കുഞ്ഞു. നമ്മ അടുത്ത സ്പോട്ടിലേക്ക് മാറുവാണ് കേട്ടോ. അവിടെ എന്ത് അടിപൊളിയാണ്. ചാടുവാ ചാട്ട് ചാടും ഞാൻ തന്നെ ഇങ്ങോട്ട് ചാടാൻ പോലെ ഞാൻ വെള്ളത്തിൽ നടന്ന് ചാടാം. ഇതിനെങ്ങോട്ട് തരുവാടാ? ഇതിനെങ്ങോട്ട് ഇട്ട് തരുവാ? പിന്നെന്താ എന്തൊരു പേരെന്താ? നല്ല ചെറിയ സാധനമാണ് അന്നറിയില്ലതേ. ഇത് കണ്ട എന്ത് സാധനം? ബനാനേ? ഏയ് വേറെ സാധനം. അപ്പോൾ മച്ചാമാരത് നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്പോട്ടിലെത്തി നമ്മൾ വലിയൊരു പനയുടെ താഴത്ത് വന്ന് ഇങ്ങനെ മീൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ നടന്നു വന്നു കഴിഞ്ഞപ്പോൾ വഴി ഇവിടെ വന്നപ്പോൾ തീർന്നു പോയിട്ടെ. അപ്പുറത്തെ സൈഡിൽ ചെന്നാലും നമുക്ക് നടന്നു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ അക്ഷയ് ബ്രോ മുമ്പേ നമ്മളെ വഴികാട്ട് നടക്കുവാണ്. അതിൻ്റെ പുറകെ ഞാനും കുഞ്ഞൂസും പിന്നെ അതേ നമ്മുടെ പ്രദീപ് മച്ചാൻ പുറകെ വീഡിയോ എടുത്തിട്ട് പരിചയമാണ്. നമുക്ക് നേരെ അപ്പുറത്ത് എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്നതിന് ശേഷം ഒരു പാലം കയറി ഇപ്പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കനാലുണ്ട്. ആ കനാല് നേരെ കണ്ടത്തിൻ്റെ നടുക്കൂടിയാണ് പോകുന്നത്. അതേപോലെ തന്നെ ഞാറൊക്കെ അതേ കിളുത്ത് നല്ല ഭംഗിയായിട്ട് നല്ല പച്ചപ്പിൽ നിൽക്കുവാണ്. അപ്പോൾ ഞാനും അക്ഷയ് ബ്രോ നമ്മൾ വഴി കാണിച്ച് മുമ്പേ പോകണം. അതിൻ്റെ പുറകെ ഞാനും കുഞ്ഞുകൊണ്ട് പ്രദീപ് വച്ചാൻ എല്ലാം വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കണം. നമുക്ക് ഇന്നലെ ഫിഷിംഗ് ഒന്ന് കണ്ടു നോക്കാം. കറക്റ്റ് അടി കണ്ടത് കണ്ട വലിയ വരല. ആ പോങ്ങല ഏറ്റവും വലുതിന് കണ്ട പരലാണ് പുല്ലനാണ്. അത് പുല്ലനല്ലേ? ഞാൻ പരലാന്ന് ഓർത്ത് അടിച്ചത്. പുല്ലനായിരുന്നല്ലേ അതിലേ പോകുന്നത്? ആ പുല്ലനാന്ന് തോന്നുന്നത്. പരലാന്ന് ഓർത്താ ഞാൻ അടിച്ചതിന്. വെള്ളത്തിൽ വെച്ച് കണ്ടപ്പോ ഞാനത് വല്ല പരലാന്ന് ഓർത്ത് പിന്നെ അടിച്ചത്. പറ്റിച്ചടക്കിയിരുന്നല്ലേ? ഇടാൻ പറ്റും ചുണ്ടൊന്നേ തക്കടാ. ചരിച്ച് പിടിച്ചിട്. ഇങ്ങനെ ചരിച്ചിട്. ചുണ്ട് അത് തിരിച്ചു പിടിക്കണ്ട. ഗ്രിപ്പർ തിരിച്ചു പിടിക്കണം. ഇപ്പൊ വീണു. കട്ടച്ചെളിയാണല്ലേ ഇത്? നാട്ടിന്റെ ആ റബ്ബർ വെട്ടിനകത്ത് കട്ടയിട്ടിരിക്കും. കലക്കിയിട്ടില്ലേ? ആ കലക്കല്ലിൽ കൂടെ ചിലപ്പോ പോയി കളയുമ്പോ അതൊക്കെ പോണ ഇവിടെ വരുമ്പോ അപ്പുറത്ത് ഇവിടെ പോയി കളയും.
കറക്റ്റ് അടി അതുകൊണ്ട് ആ വാലിന്റെ അവിടെ അത് അധികം ഫൈറ്റ് ചെയ്യാണ്ട് പോകുന്ന ഡാക്ടർ പാസ് ചെയ്ത് കേട്ടിട്ടുണ്ടോ? കാരണം മിസ്സായാലോ ഞാനോർത്ത് വാഹയാണെന്ന് ഓർത്താ കളർ ആ വാഹനെ പോലെ എനിക്കും തോന്നിട്ടോ. നീല കളറൊക്കെ ഉണ്ടല്ലേ വാലിന്? നീല കളറില്ലേ? ആ അവിടെ അയ്യോ അവിടെ കണ്ടതുപോലെ കേട്ടോ. നീ സൈസ് നോക്കിക്കണേ. ആ ഞാനിവിടെ കണ്ട ചെറുതാണെന്ന് പറഞ്ഞു. ഇത് 1/2 കിലോ ഉണ്ടല്ലോ. ഇത് മറ്റേതല്ലല്ലോ, നമ്മ ആദ്യം കണ്ടല്ലോ. ഇത് മറ്റേ വിയറ്റ്നാം വരാലാണ് ആണെന്ന് തോന്നുന്നു. കളറുണ്ട്. വിയറ്റ്നാം വരാലാണത്. നോക്കി വിയറ്റ്നാം വരാലാണ് കേട്ടോ. അതെ നല്ല വെളുത്ത കളർ. വെള്ളത്തിൽ കണ്ടപ്പോൾ തന്നെ നല്ല വെളുത്ത കളർ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നോക്കിയെന്ന് ഇവനല്ല കേട്ടാ. നോക്കിയെന്ന് ഇതിനേക്കാളും കുറച്ചുകൂടെ. അപ്പൊ മറ്റു ആ പോണു ഇല്ല ഇല്ല ഓടി അതിനകത്തോട്ട് കയറിയില്ലേ? ഇല്ല പോകുന്നു. അയ്യോ അപ്പൊ ഇവിടെ അഴിച്ചിട്ടോ കുഞ്ഞായിനെ. അഴിച്ചിട്ടോ കാറ്റാടികള്. ഇതെന്ത് സാധനമാണിത്? ഇതിന്റെ പേരെന്തെന്ന്? എനിക്കറിയില്ല. നായിങ്കർണപ്പൂ. അത് തന്നെ കൊടുത്തു. ആ അതുകൊണ്ട് വെള്ളം കിട്ടി. കാത്ത് കെട്ടി നടന്നിട്ടാണ്. മീൻ കാണുന്നില്ല ശരിക്കും പറഞ്ഞാൽ. നല്ല തെളിവും വെള്ളമൊക്കെയാണ്. പക്ഷെ മീനിന്റെ ആക്ടിവിറ്റി കുറവാണ്. കണ്ടതിലൊരു തിലോപ്പിനെ അടിച്ചിട്ടുണ്ട് കേട്ടോ. സീബ്ര തിലോപ്പിയാണെന്നോ. കറക്റ്റ് അടിയാണ്. നല്ല അവിടെ കാണുന്ന സൈസ് അല്ല കേട്ടോ. ഇവിടെ വരുമ്പോ ഓ കണ്ണ് ചൂട്ടാണ് കേട്ടോ. അയ്യോ കണ്ണിലാ കയറിയാക്കണേ. ഇത് കണ്ട, ഇത് നമ്മുടെ പാടത്തുള്ള തിലോപ്പി അല്ല കേട്ടോ. ഇത് പ്രത്യേകതരം ഒരു ഡിസൈനൊക്കെ ഉള്ള ഒരു തിലോപ്പി. ഇത് കണ്ട അടിപൊളി സാധനം. അയ്യോ ഒന്നും പറയണ്ട. ഇതാണ് കിട്ടിയ തിലോപ്പി. ഏതൊരു സാധനം പോലും ബ്രാലി. ഒരാല് പോലും കണ്ടുപോലും ഇല്ലല്ലോ. കവർ അടിച്ചെടുക്കാനായിട്ടാ. മീനിടാനുള്ള കവറൊന്നും നമ്മൾ എടുത്തില്ല. വണ്ടിയിൽ വെച്ചേക്കണം. അപ്പൊ അപ്പുറത്തെ സൈഡിൽ ഒരു കവർ കിടപ്പുണ്ട്. എന്നാന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഒറ്റടിക്ക് കൊള്ളാൻ ചാൻസ് ഇല്ല. അപ്പം വലുതായതുകൊണ്ട് ഭാഗ്യം കൊണ്ട്. ഇല്ലെങ്കിൽ ഇപ്പൊ പണി കിട്ടിയാനല്ലേ. പിന്നെ കരയിൽ കയറിയിട്ടുണ്ടാ പണി വാളി. ആ ഇല്ല പോന്നു. ആ പട്ടം അങ്ങനെ നമുക്ക് കിറ്റ് കിട്ടി കേട്ടോ മീനിടാനുള്ള. അപ്പോൾ കുഞ്ഞ് രക്ഷപ്പെട്ട്. ഇനി ഗ്രിപ്പറ് മീനിടണ്ട, നമുക്ക് കിറ്റിലിടാം. ആ നല്ല കിറ്റാ കേട്ടാ. സൂപ്പർ കിറ്റ്. നിങ്ങൾ പെട്ടെന്ന് തോന്നിയ ഐഡിയ ആണ്. അത് സക്സസ് ആയി. കാരണം മീൻ ഇടാനായിട്ടൊന്നുമില്ല. മാക്സിമം നമ്മുടെ ഗ്രിപ്പറിൽ 3 മീൻ ഇടാനുള്ള 3 മീൻ ഇപ്പോൾ ഗ്രിപ്പറിൽ കിടക്കുക. അപ്പോൾ കാണിച്ചു കൊടുത്ത കഴിഞ്ഞാൽ ഗ്രിപ്പറിൽ കിടക്കണമെങ്കിൽ വേണ്ട. അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പോൾ ഒരു തിലോപ്പി കിട്ടി. അപ്പോൾ ഇനി മീൻ ഇടാനുള്ള സെറ്റപ്പ് സഞ്ചി ഒന്നും കൊണ്ടുപോകുന്നില്ല. നമ്മുടെ വണ്ടിക്കകത്തിരിക്കും കേട്ടോ. ശരിക്കും നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മൾ എടുക്കാൻ മറന്നു പോയത്. അതുകൊണ്ട് ഇതിനകത്തേക്ക് നമുക്കിന്ന് ബാക്കിയുള്ള മീനുകളെല്ലാം ഇടാം കേട്ടോ. റെഡ് കളറാ? ആടി പോലും പിടിച്ചോ. അങ്ങോട്ടുണ്ടോ? കിട്ടോ. ഈ ഗ്രിപ്പറിനകത്തേക്ക് ഇട്ടെറിഞ്ഞു സഞ്ചി. കറക്റ്റ് അടിയാ കണ്ടേ. ഉണ്ടാവില്ല. എത്ര ചൂണ്ടേ വരി വരിയായി കിട്ടുന്നത്? എന്ത് ഇതിനകത്ത് വീട് വെച്ച് കൊണ്ടേരി ആദ്യം ഇവിടെ പണിയാട്ടാ ചുമണ്ടിട്ടാണല്ലേ. അത് വെറുതെ വെച്ചിട്ട് പോകണം. അല്ലെങ്കിൽ ഒരേ കുളത്ത് ഇങ്ങനെ ഇടണതാണ് മീൻ കൊടുക്കാൻ. ആ അപ്പോൾ അതെ രണ്ടാമത്തെ തിലോപ്പി. ഇതേ സൈസ് തിലോപ്പി ആയിട്ട് കിടക്കണം. വലിയ ഹെവി സൈസ് സാധനമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇവിടെ ചെറുത് എന്നാലും വറക്കാം. എത്ര മതി? എത്ര മതി? അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഇടാൻ പോകും. തല ഇട്ടാലുള്ള ആദ്യം പോകും അങ്ങോട്ട്. ആ കുഴപ്പമില്ല. ഓക്കെ. ഓ കിട്ടിയടാ. കൊണ്ട് അടി കൊണ്ട് അവരവിടെ ഒളിച്ചു പോരുന്നത് എന്നെ കാണാണ്ട് കണ്ട. മുട്ട കുഞ്ഞ എന്താണ്ടൊക്കെ ഉണ്ട്.
മുട്ട 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 തുപ്പി തുപ്പി കളഞ്ഞില്ല കളഞ്ഞു പൊടി മുട്ടയായിരുന്നു ഇത് കളഞ്ഞ ഇത് ഇത്ര ചെറുതായപ്പോ തന്നെ മുട്ടയായി അവിടെ ഒരെണ്ണം കൂടെ വന്നിരിക്കണ്ട തിലോപ്പി അവിടെ അടിച്ച സ്ഥലത്ത് തന്നെ അതും നാടൻ തിലോപ്പിയാണ് അല്ലല്ലേ അധികം സൈസ് ഒന്നും അല്ല കേട്ടാ പെൺതിലോപ്പിയ ഇപ്പൊ അടിച്ച ആ കുഴിയിൽ തന്നെ ഉണ്ട് ഒരെണ്ണം കൂടെ അവിടെ തന്നെ കളിക്കുന്നുണ്ട് എനിക്ക് വലിക്കേണ്ട പറ്റുള്ളൂ. കറക്റ്റ് ഷൂട്ടാണ് രണ്ടെണ്ണത്തിന് 2 ഷൂട്ട് ചെയ്തല്ലോ രണ്ടും കയറി അടിപൊളി ഇതിന് മുട്ടയൊന്നും ഇല്ല ഇത് അതിന്റെ കൂട്ടാണെന്ന് തോന്നുന്നത് എണ്ണയിരിക്കും അത് രണ്ടും ഒരു സ്ഥലത്ത് തന്നെ ഇന്നേറ്റ് ഇവിടെ വന്നപ്പോ എന്താണ് ശ്വാസം എന്ത് ഫൈറ്റ് ഇവിടെ വന്നപ്പോ കറക്റ്റ് 2 ഷൂട്ട് രണ്ടും കയറി കേട്ടോ ചെറിയ കിലോക്കാണ് കഴിക്കുന്ന റെഡ് കണ്ണതിന്റെ കണ്ട നോക്കി ഇത് ചെല്ലി പാറ്റ ഏത് സാധനം ചെകളയിൽ ചെല്ലി ഓക്കെ അപ്പൊ അങ്ങനെ ഒന്ന് പിരിച്ചേ. അത് ബാക്കിയാണ് നോക്കണം. ഓ കൊണ്ട് 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 അത് ആട്ടപ്പഴത്തിന് പോണത് അത് നോക്കി നോക്കി ഫിലോപ്പിയാണ് വലുത് എൻ്റെ മോനെ അട്ടിപ്പൊളി കിണ്ണം കാച്ചി ഷോട്ടായിരുന്നത് നോക്കിയാ നോക്കി ഒരു കൊമ്പനെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഒരു 1/2 കിലോ റേഞ്ച് കാണുമല്ലേ ഫിലോപ്പി തന്നെയാണത് ഫിലോപ്പി ഇപ്പൊ കണ്ടലിച്ചിരി മുഴുത്ത് അത് മാത്രമേ ഉള്ളൂ തണലത്ത് വന്ന് നിൽക്കും മീനെന്ന് പറഞ്ഞില്ല അതിക്ക് മുമ്പനെ കണ്ട് ആ കണ്ടപാടെ ആ മരത്തിന്റെ അടിയിലോട്ട് കയറിപ്പോയി ഇരുന്നത് കാരണം ഞാൻ പിന്നെ ലോങ് ഒന്നും നോക്കിയില്ല നേരെ കൊടുത്തടി കറക്റ്റ് ഷൂട്ടാണ് നോക്കി അടിപൊളി ലാൻഡിങ് ഒരു 3/4 കിലോ കാണുമെന്ന് എനിക്ക് തോന്നണേ ഏകദേശം അല്ലേ അവിടെ വെച്ച് കണ്ട സൈസ് ഒന്നും അല്ല കേട്ടോ ഇവിടെ വന്നപ്പോ കുഞ്ഞാ കണ്ട സാധനത്തിനെ കണ്ട ഒരു 3/4 കിലോ സൈസ് എന്താണ് ചിത്രലാടൻ ഗിഫ്റ്റ് അമ്പ് കൊണ്ടിരിക്കുന്ന വാങ്ങണ്ട ഇങ്ങനെ കഴിയണം അമ്പ് ചെയ്യാൻ ഇപ്പൊ കറക്റ്റ് ഹെഡിലേക്ക് കയറിയാ നിൽക്കുന്നല്ല പോയിന്റ് ഷൂട്ടാ കറക്റ്റ് ഇങ്ങോട്ട് അതിന് പോരും ഒന്ന് തോന്നണല്ലേ ലോക്ക് കണ്ടോ ലോക്ക് റിട്ടേൺ പോരും പക്ഷേ അപ്പുറത്തോടെ തന്നെ എടുക്കേണ്ടി വരും മിക്കവാറും ചെകളുടെ ചിലയിടത്തൊക്കെ മറ്റേ സാധനം അപ്പോൾ മച്ചന്മാരെ നമ്മൾ വീഡിയോ സൈൻ ഔട്ട് ചെയ്യുവാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിഷിങ് കഴിഞ്ഞിട്ട് നമുക്ക് മീനെ ഒന്നും നന്നായിട്ടെല്ലാം കാണിക്കാൻ പറ്റില്ല. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ കുറേ അധികം ദൂരം നടന്ന് ഫിഷിങ് ചെയ്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം വിഷമിച്ച് പോയി. അപ്പോൾ കുഞ്ഞിന് വെള്ളം കുടിക്കണമെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ വന്നതിന് ശേഷം നേരെ വണ്ടിയിൽ കയറി നമ്മൾ നേരെ കടയിലേക്ക് പോരുമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു മീനെ പിടിക്കുന്ന ഷൂട്ട് കൂടെ കിട്ടാതെ പോയിട്ടുണ്ട്. നമ്മളൊരു വരാലോടെ അതൊക്കെ ലാസ്റ്റ് കിട്ടിയായിരുന്നു, അതുകൊണ്ട് ഇതിനകത്ത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത പ്രാവശ്യം നല്ല രീതിയിൽ നല്ല മീനെ കിട്ടുന്നതെല്ലാം നല്ല രീതിയിൽ കാണിക്കാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ശുഭദിനം നേർന്നുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.